ഹായ് ഓൾ, നിങ്ങളിൽ പലരെയും പോലെ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റാണ് ഞാൻ. സിലബസ് എന്താണെന്നോ എങ്ങനെയാണ് PSCക്ക് വേണ്ടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നോ വ്യക്തമായിട്ട് ധാരണയില്ലാതെ വളരെ സില്ലിയായിട്ട് ഏതൊക്കെയോ എക്സാംസൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. ഇതാണ് എനിക്ക് PSC ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ 2024 മിഡോട് കൂടിയാണ് PSC ക്രാക്ക് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്യാനും തുടങ്ങി. ശേഷം പിന്നീട് വന്ന 2 PSC എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിപ്പറേഷനിൽ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് കട്ട് ഓഫ് മറികടക്കാനോ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഞാൻ എഴുതിയ 2 എക്സാമിൽ അതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ കയറി പറ്റാനോ ഒന്നും കഴിഞ്ഞില്ല. ഈ 2 തവണയും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ 2 തവണയും ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെട്ടെങ്കിലും പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇതുവരെ ശ്രമിക്കാതിരുന്ന് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു. അതൊരു സക്സസ്സിലേക്ക് എത്തിയില്ലെങ്കിലും എൻ്റെ PSCയുടെ സ്കോറിൽ അതിൻ്റേതായൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനു മുൻപ് വളരെ ഞാൻ സില്ലിയായിട്ട് പോയിരുന്ന് എഴുതിയ ആ ഒരു എക്സാമിനുള്ള അതിനെനിക്ക് കിട്ടിയ ആ ഒരു സ്കോറും ഞാൻ കുറച്ചെങ്കിലും ട്രൈ ചെയ്ത ശേഷം എനിക്ക് കിട്ടിയ ആ ഒരു സ്കോറും അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടപ്പോൾ തന്നെ ശ്രമിച്ചാൽ കിട്ടും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് വന്നു. സോ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് സക്സസ്സിലെത്തിയില്ലെങ്കിൽ പോലും എൻ്റെ ആ ഒരു എൻ്റെ ആ ഒരു ശ്രമത്തിന് ആ ഒരു സ്കോറിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായല്ലോ എന്ന ആ ഒരു ഫാക്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷം തന്നു. കൂടുതൽ എനിക്ക് ഊർജ്ജവും തന്നു. ഇനിയും എനിക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യണം, കുറച്ചുകൂടി ഫോക്കസായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊരു തോട്ട് എനിക്ക് വന്നു. മാത്രമല്ല അതിൻ്റെ ഒരു വളരെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് PSCയെ പറ്റി അല്ലെങ്കിൽ PSC പ്രിപ്പറേഷനെ പറ്റി ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടുള്ളത്, PSC വഴി ഒരു ജോലി കിട്ടുമ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി എനിക്കൊരു നല്ല ധാരണ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിനെപ്പറ്റിയുള്ളൊരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയത് ഈ ഒരു ശ്രമത്തിലൂടെ തന്നെയാണ്. മാത്രമല്ല ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ടച്ചും ഇല്ലാതെ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാക്കിൽ കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, ആ ഒരു ബുദ്ധിമുട്ടും എനിക്ക് മാറിക്കിട്ടി. എനിക്കൊരു പരിചയം വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ആ ഒരു ആദ്യത്തെ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിലും വീണ്ടും എനിക്ക് കുറച്ചുകൂടി ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടി വന്നു. സോ ഞാൻ ഇനി വീണ്ടും എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു പ്രിപ്പറേഷനിലുള്ള അപാകതകളൊക്കെ പരിഹരിച്ച് എങ്ങനെയാണ് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ ഫോക്കസോടെ ഞാൻ ഏതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നല്ല ഡയറക്ഷനോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, എനിക്ക് സക്സസ്സിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ എന്നെപ്പോലെ PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും പുതുതായിട്ട് തുടങ്ങിയ ഫ്രഷേഴ്സിനും ഒരു ഗ്യാപ്പിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ നിങ്ങളുടെയും പ്രിപ്പറേഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.